എ.കെ. ബാലന് മറുപടി പറഞ്ഞിരിക്കുകയാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. SFIയുടെ ചോര കുടിക്കാൻ താനും അനുവദിക്കില്ല, അതുകൊണ്ട് SFIയെ തിരുത്തണമെന്ന് ബിനോയ് വിശ്വം പറഞ്ഞിരിക്കുന്നു. ഞാൻ പറയുന്നു SFIക്കകത്ത് ആവശ്യമായ മാറ്റം ഉണ്ടാകണമെന്ന് ഞാൻ പറഞ്ഞു. അത് ബാലൻ്റെ അഭിപ്രായമായിരിക്കും. SFIയുടെ രക്തം കുടിക്കാൻ സമ്മതിക്കില്ല ആരെയും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അകത്തുള്ള ആളായാലും പുറത്തുള്ള ഞാനും സമ്മതിക്കില്ല. തിരുത്തണമെന്ന് പറയുന്നവർ SFIയുടെ ചോര കൊടുക്കാൻ ഞാനും സമ്മതിക്കില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നു SFI തിരുത്തണം. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചന്തു ചന്ദ്രശേഖർ ചേരുന്നു. ചന്തു, ഇതൊരു വാക്പോരിലേക്ക് നീങ്ങുന്നു എന്ന് വേണം മനസ്സിലാക്കാനല്ലേ? നേരത്തെ SFIയുടെ ചോര കുടിക്കാൻ അനുവദിക്കില്ല, CPM-ഉം SFIയും റോഡിൽ കാണുന്ന ചെണ്ടയല്ല ആർക്കും വന്ന് കൊട്ടിപ്പോകാൻ എന്ന് ബിനോയ് വിശ്വത്തിന് എ.കെ. ബാലൻ മറുപടി പറയുന്നു. തൊട്ടു പിന്നാലെ താനും അനുവദിക്കില്ല SFIയുടെ ചോര കുടിക്കാൻ ആരെയും, പക്ഷേ SFI തിരുത്തണം എന്ന നിലപാടിൽ ബിനോയ് വിശ്വം ഉറച്ചു നിൽക്കുന്നു. ഇരു കക്ഷികൾക്കുമിടയിൽ ഒരു അസ്വാരസ്യം രൂപപ്പെടുന്നുണ്ടോ? ഒരു വാക്പോരിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ടോ? CPM-ഉം CPI-യും തമ്മിൽ ഈ SFI വിമർശനത്തിന്റെ പേരിൽ ഇത്തരത്തിൽ വാദപ്രതിവാദങ്ങളിലേക്ക് കടന്നിരിക്കുന്ന സാഹചര്യമാണ്. CPI-യുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തന്നെ കഴിഞ്ഞ ദിവസം SFIക്കെതിരെ രൂക്ഷമായ വിമർശനം നടത്തിയിരുന്ന ഒരു പ്രാകൃത ശൈലിയിലാണ് SFIയുടെ പ്രവർത്തനമെന്ന രീതിയിൽ കഴിഞ്ഞ ദിവസം ബിനോയ് വിശ്വം പ്രതികരണം നടത്തിയിരുന്നു. അതിന് മറുപടിയാണ് ഇന്ന് രാവിലെ എ.കെ. ബാലൻ നൽകിയത്. മുന്നണിക്കുള്ളിലുള്ള ആളായാലും പുറത്തുള്ള ആളായാലും SFIയുടെ രക്തം കുടിക്കാൻ അനുവദിക്കില്ല എന്ന മറുപടി ഇതിന് എ.കെ. ബാലൻ രാവിലെ നൽകിയിട്ടുണ്ടായിരുന്നു. വിദ്യാർത്ഥി സംഘടനയെ പട്ടിയാക്കി പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് സമ്മതിക്കില്ല എന്ന് രാവിലെ എ.കെ. ബാലൻ മറുപടി നൽകി. അതിന് മറുപടിയായിട്ടാണ് ബിനോയ് വിശ്വം വീണ്ടും രംഗത്ത് വന്നത്. താനും അത് തന്നെയാണ് പറയുന്നത്. SFIയെ സംബന്ധിച്ചിടത്തോളം SFI തിരുത്തണമെന്ന ആവശ്യം വീണ്ടും ബിനോയ് വിശ്വം ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വയ്ക്കുന്നു. SFIയുടെ ചോര കുടിക്കാൻ അനുവദിക്കില്ല എന്ന് തന്നെയാണ് താനും പറഞ്ഞത്. പക്ഷേ SFI തിരുത്തേണ്ടിയിരിക്കുന്നു എന്ന നിലപാട് വീണ്ടും ബിനോയ് വിശ്വം ആവർത്തിക്കുകയാണ്. കൂടാതെ ബിനോയ് വിശ്വം ഇന്ന് വ്യക്തമാക്കിയത് SFI തിരുത്തണം എന്ന് CPM-ഉം പറയുന്നുണ്ട്. പക്ഷെ CPM-ഉം CPI-യും തമ്മിലുള്ള ബന്ധം അതാണെന്നും എ.കെ. ബാലൻ തന്നെ വിമർശിക്കില്ല എന്നും ബിനോയ് വിശ്വം ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. പക്ഷേ എന്തായാലും SFIയെ പ്രതിരോധിക്കാൻ CPM നേതാക്കളും SFI തിരുത്തണമെന്ന നിലപാടിൽ CPI-യും നിൽക്കുന്ന ഒരു സാഹചര്യം നിലവിൽ SFIയുടെ ഈ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുണ്ട്. ഇന്ന് 12 മണിക്ക് SFI തന്നെ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അപ്പോൾ അതിൽ കൂടുതൽ SFI ഇതുമായി ബന്ധപ്പെട്ട് കാര്യവട്ടം ക്യാമ്പസിൽ SFI വിഷയത്തിൽ CPM-ഉം CPI-യും ഒരു വാക്പോരിലേക്ക് നീങ്ങുന്നു എന്ന് വേണം ഇപ്പോൾ ഇന്ന് കണ്ട പ്രസ്താവനകളിൽ നിന്ന് മനസ്സിലാക്കാൻ. ചന്തു ചന്ദ്രശേഖറാണ് വിശദാംശങ്ങൾ നൽകിയത്.